ബഹുമാനപ്പെട്ട താന്നാളൂർ അബ്ദുസ്താദ് ഹാജാ പാപ്പ ചോദിച്ചാൽ കൊടുക്കുന്നുള്ളതിനൊരു ചരിത്രം പറഞ്ഞു. അബ്ദുസ്താദ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, ദ്വാരക്കുകയാണ് അർത്ഥം. അപ്പം തൊട്ടടുത്ത് ഒരാൾ ഇരുന്നിട്ട് ഹാജാനോട് പറയുകയാണ്, എനിക്ക് 2 ലക്ഷം റുപ്യ കിട്ടിയാലേ ഞാൻ പോവുള്ളൂ എന്ന്. അബ്ദുസ്താദ് ഇവിടെ നിന്ന് കാണുന്ന ദിക്റും സലാത്തും തല്ലി ദ്വാരക്കാണ്. ഇയാളെന്താ പറയണത്? ഹാജാനോട് ഇങ്ങനെ പറയണേ, എനിക്ക് 2 ലക്ഷം വേണം, അത് തന്നാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന്. ഇയാളെന്താ പറയണത്? ഹാജാനോട് ഇങ്ങനെ പറയണേ, എനിക്ക് 2 ലക്ഷം വേണം, അത് തന്നാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന്. ഹാജ ഖബറിലല്ലേ, നമ്മൾ പറഞ്ഞത് ഖബറിലാണ്. ഇയാൾ ഇത് തന്നെ പറയണുള്ളൂ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു കെട്ട് ഇങ്ങനെ നോട്ടിൻ്റെ കെട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് കണ്ടു പരിചയമുണ്ടല്ലോ, അങ്ങനെയാണ് കൊടുത്ത്. അയാളാണ് എണീച്ചോടെ പോയി. ഞാനും പോയി കുറേ പൈസ ഒക്കെ ചോദിച്ചു നോക്കി, കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ട്, ചെറിയൊരു ആവശ്യം. എന്താ ആവശ്യം? ഈ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങളതൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറയുകയാണെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാണ്ട് കുറച്ച് കാശിന് മുട്ടായി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ കാശ് കുറവായിരുന്നു. അപ്പോൾ ഹാജാൻ്റെ അടുത്ത് അവിടെ പോയി നിന്നിട്ട് മുട്ടായിക്ക് കുറച്ച് പൈസ വേണമെന്നത് അങ്ങനെ തന്നെ പറഞ്ഞേ. കുട്ടികൾക്ക് വാങ്ങാൻ ഞാൻ എത്ര കൊടുത്താലും തയ്യില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും, നിങ്ങളൊക്കെ നമ്മളെ ആൾക്കാരല്ലേ, എങ്ങനെ തരാതൊക്കെ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പറഞ്ഞുകാണ്ട് ഞാൻ നമ്മളെ ഷാജഹാൻ പള്ളിയുടെ ഭാഗത്ത് ഇങ്ങനെ നിലത്ത് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നുള്ളൂ. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അയാൾ എന്നോട് പറഞ്ഞു, അയാൾ മലയാളിയാ, അബൂബക്കർ സഖാഫിയാണ്, വെണ്ണക്കോട്. അപ്പോൾ മൂപ്പർ പറഞ്ഞ് 10 റുപ്യ കൊടുക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ 10 രൂപ കൊടുക്കാൻ വെച്ചിട്ട് ഞാനിങ്ങനെ നടക്കണേ പറഞ്ഞു. അപ്പം ഞാൻ തമാശക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുട്ടായിക്ക് ഒരു 500 റുപ്യ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹാജനോട് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെന്നും പറഞ്ഞു. സ്പോട്ടിൽ മൂപ്പർ കീശി കൈയിട്ട് കണ്ട് ആകാശുണ്ട്. മൂപ്പരോട് നമ്മൾ കാശ് ചോദിച്ചതില്ല, നമ്മൾ രണ്ടാളും ദുആ വിഷയ പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ കാശിന് പോയി മുട്ടായി കൊണ്ട് വാങ്ങി. നോക്കാം നിങ്ങൾ, നമ്മൾ സാധു വിവരമില്ലാത്ത ആള്, അമലും കുറവ്, അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ, അതിനത്രേ ചോദിക്കാൻ അറിയുള്ളൂ നമുക്ക്.